ഇത് കാടാണ്. ആ റോഡിൽ ആന തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത പറഞ്ഞത്. കബാലിയൊക്കെ കാടാണത്, കബാലിയുടെ അതെ കബാലി. കാടിനുള്ളിൽ നമ്മളാണ് പോകുന്നത്. ഈ ആന ഇറങ്ങുന്ന പ്രശ്നം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അതിൻ്റെ പ്രശ്നമെന്ന് സാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വ്യത്യാസം? അന്നേ വനം വകുപ്പ് അത് ചെയ്യരുത്, ഫാമും കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞതാണ്. വന്യജീവികളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാന കാരണം ഭൂവിനിയോഗത്തിലാണ്. നമ്മൾ പുതിയൊരു പോർമുഖം എന്ന് പറയാം. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാലും വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വേണം. ചിന്നക്കനാലിലെ ആനകള് അല്ലെങ്കിൽ ആനയിറങ്കലിലെ ആനകള് മൂന്നാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ ആ ബന്ധം മുറിഞ്ഞുപോയി. ഓരോ 15 കൊല്ലം കൂടുമ്പോഴും ഈ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് ഇതിൻ്റെ ഭൂവിനിയോഗത്തെ പറ്റിയുള്ളൊരു പഠനം നടത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അവസാനം കാട് കഷ്ണമായിട്ട് ഇങ്ങനെ കുറച്ച് പച്ചപ്പ് മാത്രമായിട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തുടർച്ചയാവുകയാണ് വീണ്ടും കേരളത്തിൽ. ആനയും കടുവയും പുലിയുമെല്ലാം തന്നെ ഈ വെല്ലുവിളി വല്ലാതെ സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യണം, അതിന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത വന്യജീവി വിദഗ്ധനും ദേശീയ വന്യജീവി ബോർഡ് അംഗവും കൂടിയായ മുൻ KFRA ഡയറക്ടറും കൂടിയായ PS ഈസയാണ്. ഡോക്ടർ PS ഈസ ഇക്കാര്യത്തിൽ വളരെയധികം വിശാലമായ പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. സ്വാഗതം സാർ ജനം TV യിലേക്ക്. നമസ്കാരം. വന്യജീവി സംഘർഷം തന്നെയാണ് ഇപ്പോൾ വിഷയം. ആ വിഷയത്തിൽ കുറച്ചും കൂടി ആഴത്തിലൊരു അന്വേഷണമാണ് ഞാനിപ്പോൾ സാറിനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ വന്യജീവി സംഘർഷത്തിൻ്റെ കേരളത്തിലൊരു പൊതു സ്വഭാവം. പ്രധാനമായിട്ടിപ്പോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വന്യജീവി സംഘർഷം പുതുമയല്ല. അതിനെ സംഘർഷം എന്ന് പറയുന്നത് തന്നെ ശരിയാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം പൊതുവേ ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ പറയാറുള്ളത് മനുഷ്യ വന്യജീവി ബന്ധങ്ങളെന്നാണ് പറയുക, ഇൻ്ററാക്ഷൻ. ആ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻ്ററാക്ഷൻ, ആ ഇൻ്ററാക്ഷനിൽ നെഗറ്റീവ് ആകുമ്പോഴാണ് പൊതുവെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നത്. അതായത് നമ്മളതിനെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നുള്ള സംഘർഷം എന്നുള്ളതിലേക്ക് വരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെല്ലായിടത്തും ഇപ്പോൾ ചരിത്രത്തെ രേഖകൾ തന്നെയുണ്ട്. 1940-ൻ്റെ 40-കളിലും അല്ലെങ്കിൽ 1900-ൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ വയനാട്ടിൽ, 1800-കളിൽ തിരുവിതാംകൂറിൽ, അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ മനുഷ്യരും വന്യജീവികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആനയുടെ പ്രശ്നങ്ങൾ വളരെയധികം രേഖകളിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പുതുമയുള്ള സംഭവമല്ല. പക്ഷേ ഇന്നിപ്പോൾ കഥ മാറി. കാരണം ഒന്ന്, പല സ്ഥലങ്ങളിലും ഈ ആവാസ വ്യവസ്ഥയുടെ ഫ്രാഗ്മെൻറ്റേഷൻ വന്നു. ഈ കാട് മുറിഞ്ഞു പോയി. അതൊരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തേക്കും മനുഷ്യർ അകത്തേക്ക് പോയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെ കാരണങ്ങളാണത് പലതും. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഗ്രോ മോർ ഫുഡ് എന്നും പറഞ്ഞിട്ട് ആളുകളോടൊക്കെ കാട്ടിൽ പോയി കൃഷി ചെയ്യൂ, കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യൂ എന്ന് പറഞ്ഞ അവരവസ്ഥ. കുടിയേറ്റം വന്നോ, പിന്നീട് അത് കയ്യേറ്റവും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം ഇത്തരം സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി വിഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു. അപ്പോൾ മനുഷ്യരുടെ സഹനശക്തി കുറഞ്ഞു. അതായത് ടോളറൻസ് ലെവല് ഒരു വന്യജീവി മാത്രമല്ല, പലതിനോടും നമുക്കുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ഇൻടോളറൻസ് വളരെയധികം ഉണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ് ഈ വീടിൻ്റെ പരിസരത്ത് കൂടി, വീടിൻ്റെ അകത്തല്ല, പരിസരത്ത് കൂടി ഒരു പാമ്പ് പോയി കഴിഞ്ഞാൽ അതിനെപ്പോലും സഹിക്കാൻ വയ്യ, ഉടനെ വനം വകുപ്പിനെ വിളിക്കും. ഒരു പാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട് പാമ്പും പഴുതാരയും വല്ലിയും ഒക്കെ ഉള്ള നാടാണ്. പക്ഷേ ആളുകൾ ഇപ്പോഴും അതിനെ ആ രീതിയിൽ കാണുന്നില്ല. അപ്പോൾ ഒരു ഇൻടോളറൻസ് വന്നു. പിന്നൊന്ന്, പഴയ കൃഷി രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കമ്മ്യൂണിറ്റി ആയിരുന്നു കൃഷി രീതി എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട് കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഒരു സമൂഹം തന്നെ ഒന്നിച്ചുണ്ടാകുമായിരുന്നു. ഇന്നതല്ല, നിൻ്റെ കൃഷി നിൻ്റെ പ്രശ്നം, എൻ്റെ കൃഷി എൻ്റെ പ്രശ്നം. ഇതെല്ലാവരും കൂടി നോക്കിയിട്ട് പറയും ഇത് സർക്കാരിൻ്റെ പ്രശ്നമാണെന്ന്. അപ്പോൾ ആ രീതിയിലേക്ക് മാറി. അപ്പോൾ
അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ വന്നു, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണിത്. പിന്നെ ഇതിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു സാറിന് ഞങ്ങളിപ്പോൾ പറയാറുള്ളത്, ഇതൊരു വൈൽഡ് ലൈഫ് ഇഷ്യൂ അല്ല. വൈൽഡ് ലൈഫിൻ്റെ അവിടെ അതായത് ബയോളജിസ്റ്റുകളുടെ പ്രശ്നമല്ല, അതിൻ്റെ ഇക്കണോമിക്സ് നോക്കണം, ഇക്കോളജി നോക്കണം, സോഷ്യൽ സയൻസ് ഉണ്ട്. ഇതിൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സംഭവത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള കാടുകളിൽ ഈ ആന ഇറങ്ങുന്ന പ്രശ്നം. കാടുകളുടെ ചേർന്നുള്ള എവിടെയുണ്ട്, വയനാട് അതിരൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും, അത് എറണാകുളം ജില്ലയിലുണ്ട്, തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളുണ്ട്, കാസർഗോഡ് പ്രശ്നങ്ങളുണ്ട്. ഈ ആന ഇറങ്ങുന്ന പ്രശ്നം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അതിൻ്റെ പ്രശ്നമെന്ന് സാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വ്യത്യാസം? ഇതേ പ്രശ്നം സൈറ്റ് സ്പെസിഫിക്കാണ്. നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെയും എന്തുകൊണ്ട് ആനകൾ പുറത്തേക്ക് വരുന്നു എന്ന് ചിലർ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പ്രകൃതി സംരക്ഷകർ പറയണത് ആന പുറത്തേക്ക് വന്നല്ല, നമ്മൾ അകത്തേക്ക് പോയതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരം സംഭവങ്ങൾ ഓരോ സ്ഥലത്തിനും പ്രത്യേക കാരണങ്ങളുണ്ടാവും. അത് ഒരുപക്ഷെ കാടിൻ്റെ ഈ പറഞ്ഞ വിസ്തൃതി എവിടെയെങ്കിലും കുറഞ്ഞതോ, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉള്ളിലെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ ആയിരിക്കാം. ഇല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളും ടൂറിസവും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഈ ഓരോ സ്ഥലത്തിൻ്റെയും സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ആരും അങ്ങനെ നോക്കുന്നില്ല. അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഒരു കാരണത്തിലേക്ക് പോകുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഉടനെ സൊല്യൂഷൻ കണ്ടെത്തി ആ ഒരു സൊല്യൂഷൻ അങ്ങനെ എത്തി. ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നമ്മളൊരു താൽക്കാലികമായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, നമ്മൾ ഷോർട്ട് ടേം അടിയന്തരമായിട്ട് ചെയ്യണം. പക്ഷേ അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് കണക്കാക്കി നോക്കിക്കൊണ്ട് അത് ദീർഘവീക്ഷണത്തോടുകൂടി നമുക്ക് കുറച്ച് കൂടി കാലഘട്ടത്തിലേക്കെങ്കിലും ഇത്തരം പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകണം. അത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വയനാട്ടിലെ ആന പുറത്തേക്ക് ഇറങ്ങുന്നതോ അകത്തേക്ക് ഇറങ്ങുന്നതോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ധാരാളം സെറ്റിൽമെൻറ്റ്സ് കാടിൻ്റെ അകത്ത് മുഴുവൻ പരന്നു കിടക്കുകയാണ്. ഒരുപക്ഷെ സെറ്റിൽമെൻറ്റ്സ് ഇല്ലാത്തൊരു പ്രദേശമെന്ന് പറയാവുന്നത് കുറച്ച് സ്ഥലത്ത് തോൽപ്പെട്ടിയിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുറിച്ചാട് ഭാഗത്ത് കുറച്ച് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബത്തേരിയുടെ റേഞ്ചിൻ്റെ കുറച്ച്. പക്ഷേ എല്ലാ സ്ഥലത്തും റോഡ്, എത്ര നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ്, ആ സെറ്റിൽമെൻറ്റ്സിന് മുഴുവൻ കൃഷി, ഇതൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എവിടെയാണ് ആന എവിടെ ഇറങ്ങിയെന്ന് പറയുക? ആനയെ കണ്ടു എന്ന് പറയാനേ പറ്റുള്ളൂ, അല്ലാതെ ആന ഇറങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ആന ഉള്ള സ്ഥലമാണ്. ആന എല്ലായിടത്തും ഉണ്ട്, എല്ലാ വന്യമൃഗങ്ങളും അവിടെ ഉണ്ട്. ആനയുണ്ട്, കടുവയുണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ ഇതിൻ്റെ അകത്ത് കൂടി നടക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇതാണ് ശരിക്കും കോ എക്സിസ്റ്റൻസ്. പക്ഷേ ആ കോ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നത്, നമ്മൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ടോളറൻസ് ലെവലില്ല, അതുപോലെ പ്രശ്നമാണ്. അതിപ്പോൾ ജനത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആളുകൾക്കും ഭയമാണ്. അപ്പോൾ പല രീതിയിലുള്ള ഭയങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ഇപ്പോൾ വയനാട് സാർ കണ്ടെത്തുന്ന ഒരു വിഷയം, അതുപോലെ തന്നെ അത് നേരെ ഇടുക്കിയിലെത്തുകയാണെങ്കിൽ കണ്ടെത്തുന്ന ഒരു വിഷയം, രണ്ട് മലയോര മേഖലയായതുകൊണ്ടാണ് പറഞ്ഞത്. വയനാട് വീടുഭൂമിയാണ്, എന്നാലും അതിൻ്റെ ഒരു ആനകളുടെ സാന്നിധ്യമുള്ളൊരു പ്രദേശം. എന്താണ് വയനാടും ഇടുക്കിയും തമ്മിൽ വ്യത്യാസമുണ്ടോ ഈ ആനകൾ? തീർച്ചയായിട്ടും. കാരണം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കാടുകൾ വാസ്തവത്തിൽ എവിടെയാണ്? പെരിയാർ. ഇപ്പം ജില്ലാ അടിസ്ഥാനത്തിൽ പറയുകയാണ്, പെരിയാർ ടൈഗർ റിസർവാണ്. പെരിയാർ ടൈഗർ റിസർവിൽ ഒരു പ്രശ്നമേ ഇല്ല, കാരണം അതിൻ്റെ അകത്ത് ആൾക്കാരില്ല. പിന്നെ ആൾക്കാരുള്ളത് പുറത്താണ്. പക്ഷേ വളരെ വിസ്തൃതമായിട്ടുള്ള കാടുണ്ട്, ധാരാളം വളരെ വിസ്തൃതമായിട്ടുള്ള. അതായത് ഇടുക്കി പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് കോന്നി, റാന്നി, ഗുഡ്രിക്കൽ, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ വലിയൊരു വിസ്തൃതമായിട്ടുള്ള ഒരു കാടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ ഒരു വലിയ പ്രശ്നമില്ല. അതേസമയം ഇപ്പുറത്തേക്ക് വരുമ്പോൾ റാന്നി ഭാഗത്തുണ്ട് പ്രശ്നം, അല്ലെങ്കിൽ കോന്നിയുടെ ചില ഭാഗത്തുണ്ട് പ്രശ്നം. കാരണം എന്താ, അവിടെ ആളുകളുണ്ട്, അപ്പോൾ അവിടെ പ്രശ്നം വരും. മറ്റ് ഭാഗങ്ങളിൽ ഇല്ല. ഇത് ഏറ്റവും നല്ല ഉദാഹരണം വാസ്തവത്തിൽ നമുക്ക് നോക്കാവുന്നത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഒരു പ്രശ്നമില്ല. വർഷങ്ങളായിട്ട് വല്ലപ്പോഴും ഒരു സംഭവം, അതും നാട്ടുകാർ അവിടെ പോയി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, വളരെ അപൂർവമായിട്ട് അവിടെ ആദിവാസികൾ 1-2 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഈ ആന കാരണം. അല്ലാതെ പലപ്പോഴും ചില സമയത്ത് പണ്ട് കരടിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വലിയൊരു പ്രശ്നമില്ല പറമ്പിക്കുള്ളത്. കാരണം അവിടെ അങ്ങനെ കേട്ടിട്ടില്ല. അതെ, കാരണം ആദിവാസികളാണ് അവിടെ. അവരുടെ സെറ്റിൽമെൻറ്റ്സിൽ നിന്നും അവർക്ക് പ്രശ്നമില്ല. അത് നമ്മുടെ ആന എന്ന് അവരങ്ങനെ തന്നെ പറയും. അതെ, അത് ശരിക്കും അവരുടെ തന്നെ ആ ഒരു രീതിയിലാണ് അവരതിനെ കാണുന്നത്. അപ്പോൾ അവിടെ വലിയ പ്രശ്നമില്ല. അപ്പോൾ പ്രശ്നം വരുന്നത് എവിടെയൊക്കെ ആളുകളുണ്ട്. അട്ടപ്പാടിയിൽ പ്രശ്നമുണ്ട്. അട്ടപ്പാടിയും നിറയെ ഇതുപോലെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുക. ആനയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി പോകുന്നത്? ഈ പസില് മാതിരിയാണ്. എങ്ങനെയാണ് ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ള ആന കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അത് തെക്കോട്ട് പോകുമ്പോഴോ വടക്കോട്ട് പോകുമ്പോഴോ ഇപ്പോൾ വയനാടിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ആറളം വേറൊരു ഉദാഹരണമാണ്. വലിയ പ്രശ്നമാണ്. ആറളത്ത് വലിയ പ്രശ്നം വന്നത് എന്താ? നമ്മൾ കാടിൻ്റെ അരികിൽ തന്നെ കൊണ്ടുവന്നിട്ട് ആളുകളെ പാർപ്പിച്ചു. ആളുകൾക്ക് സ്ഥലം പതിച്ചു കൊടുത്ത് അവിടെ പാർപ്പിച്ചു. അന്നേ വനം വകുപ്പ് അത് ചെയ്യരുത്, വേണമെങ്കിൽ ഈ ഫാമും കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് കേട്ടില്ല. ഇതിൻ്റെ അരികിൽ തന്നെ കൊണ്ടുവന്ന് ചെയ്തു. അപ്പോൾ എന്തായി? കാടിനൊരു ബഫർ ഇല്ലാതായി പോയി. അപ്പോൾ നേരെ വരുന്നത് പിന്നെ കൃഷിയും വന്നു. അപ്പോൾ കൃഷി വന്നപ്പോൾ കുറച്ചും കൂടി ആകർഷകമായി. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മിക്ക സ്ഥലത്തും പ്രശ്നം നമ്മൾ സൃഷ്ടിച്ച പ്രശ്നങ്ങളുണ്ട്. ചിന്നക്കനാലിൽ എന്താ? ആനകൾക്ക് വരാനും പോകാനാണ്. ചിന്നക്കനാലിലെ ആനകൾ അല്ലെങ്കിൽ ആനയിറങ്കലിലെ ആനകൾ മൂന്നാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബന്ധം മുറിഞ്ഞു പോയി. ഈ ആനകൾ വാസ്തവത്തിൽ ട്രാപ്ഡാ, അവിടെ കുടുങ്ങി കിടക്കുക. അപ്പോൾ ആ ആനകൾക്ക് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് വട്ടം കളിക്കുക. കൂടി വന്നാൽ മതികെട്ടാൻ ശോല ഭാഗത്തേക്ക് തെക്കോട്ട് വന്നിട്ട് മതികെട്ടാൻ ശോല വരെ പോകും. അവിടെ എങ്ങനെയാണ് മുറിഞ്ഞത് കാട്? അവിടെ ടൂറിസം വന്നു, ധാരാളം ഇൻഫ്രാസ്ട്രക്ചറുകൾ വന്നു, ധാരാളം റിസോർട്ടുകൾ വന്നു, ഇന്റർനാഷണൽ സ്കൂളുകൾ വന്നു. അപ്പോൾ അതോടുകൂടി മൂന്നാറിൽ നിന്നുള്ള ഇപ്പുറത്തേക്കുള്ള ആനയുടെ വരവ് നിലച്ചു. ഇടയ്ക്കെങ്ങാണ്ട് ഒരു പ്രാവശ്യം വന്നു, പക്ഷേ അത് വലിയൊരു കലാമിറ്റിയിലായിപ്പോയി. അത് അന്ന് ഷോക്ക് കൊണ്ട് ചത്തുപോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ആനകൾ വരുന്നെങ്കിൽ തന്നെ അവിടെ മൂന്നാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് വേറൊരു വഴിക്ക് തിരിഞ്ഞു പോവാണ്, ഇങ്ങോട്ട് വരുന്നില്ല. ചിന്നക്കനാലിൻ്റെ അകത്തുള്ള ആനകൾ അവിടെ തന്നെ വട്ടം കളിക്കുക. ഈ ആനയെപ്പോലുള്ളൊരു ജീവിക്കുള്ളൊരു പ്രശ്നം, ധാരാളം മിശ്രിതമായിട്ടുള്ള പ്രദേശങ്ങൾ വേണം. ഇപ്പോൾ ഞാനൊക്കെ പറമ്പിക്കുളത്ത് പഠിച്ചപ്പോൾ 250 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഒരു കൂട്ടം ആനകൾ നടക്കണം. അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് വേറെയും കൂട്ടങ്ങൾ നടക്കാം, പക്ഷേ അത്രയെങ്കിലും സൗകര്യം കാരണം ധാരാളം ഭക്ഷണം വേണം. അപ്പോൾ ധാരാളം സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഒരു എലിഫൻ്റ് ഈസ് എ വാഗബോണ്ട് എന്നാണ് പറയുക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടക്കുമ്പോൾ അത്രമാത്രം ഭക്ഷണവും ഈ നടക്കാനുള്ള സ്ഥലവും ഇതെല്ലാം ആനകൾക്ക് ആവശ്യമാണ്. നടക്കുന്നത് തന്നെ ഒരു തിന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗം മരുഭൂമിയായി പോകും. അപ്പോൾ അതിന് റീജനറേഷനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പുല്ലും മറ്റുമൊക്കെ വളർന്നിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം അവിടെ ഇല്ല. ഇത് കൂടാതെയാണ് അവിടെ ഹൈഡൽ ടൂറിസം എന്നും പറഞ്ഞ് ആനയിറങ്കൽ റിസർവോയറിൽ, അത് വേറെ സംഭവം. കാരണം ഈ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ചെറിയ പ്രദേശമാണ് അത്. ഈ റിസർവോയർ എന്ന് ചെറിയ റിസർവോയറാണ്. അപ്പോൾ അവിടെ ആളുകൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ശല്യം, ഇതെല്ലാം കൂടിയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. ഈ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നോക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന്. കാരണം നമ്മൾ ഈ പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മാർഗം വാസ്തവത്തിൽ സോളാർ പവർ ഫെൻസിങ് ആണ്, വേലികളാണ്, സൗരോർജ്ജ വേലികൾ എന്ന് പറയുന്നത്. പക്ഷേ അത് തന്നെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എവിടേക്ക് തിരിഞ്ഞാലും പോകാൻ പറ്റാത്ത സ്ഥിതി, ഷോക്ക് കിട്ടുക. ഈ മനുഷ്യർക്കൊക്കെ ഷോക്ക് കിട്ടുമ്പോൾ ഭ്രാന്ത് പിടിക്കും, ഭ്രാന്ത് മാറാൻ ഷോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് അവസാനം എങ്ങോട്ടാണ്? അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് തെറ്റാണ്, സ്ട്രെസ്സ് കൂടുകയാണ്. ഈ സമ്മർദ്ദം ഏറുമ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോകണമെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണപ്പെടുക. അപ്പോൾ പല സ്ഥലത്തേക്കും അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇതിൻ്റെ മെമ്മറിയിലുള്ള സ്ഥലങ്ങളായിരിക്കാം, പക്ഷെ അത് മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇതാ. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയതിൻ്റെയാണ്. ഈ ആനയിറങ്കലിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ആനയിറങ്കൽ മൂന്നാർ ആ ഭാഗങ്ങളുടെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അതിൽ പഴയ 15 കൊല്ലം വേറിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ 15 കൊല്ലം കൂടുമ്പോഴും ഈ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് ഇതിൻ്റെ ഭൂവിനിയോഗത്തെ പറ്റിയുള്ളൊരു പഠനം നടത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാം. അവസാനം കാട് കഷ്ണമായിട്ട് ഇങ്ങനെ കുറച്ച് പച്ചപ്പ് മാത്രമായിട്ട് നിൽക്കും, ബാക്കിയൊക്കെ പോയി കഴിഞ്ഞു. എല്ലാം
റെഡായി മറ്റ് പ്ലാന്റേഷൻസോ ഇല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വന്നു പോയി. അപ്പോൾ ഇതെല്ലാം കുറയണം. ഈ ഭൂവിനിയോഗത്തിൽ വരുന്ന മാറ്റം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളൊരു പ്രധാന പ്രശ്നം അതാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ നാശം, വന്യജീവികളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാന കാരണം ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമാണ്. നമ്മൾ വാസ്തവത്തിൽ ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റം എന്താണെന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ വയനാട് പഠിക്കണം, അട്ടപ്പാടിയിൽ പഠിക്കണം. എന്നിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് അത് തിരുത്താൻ പറ്റുമോ എന്ന് നോക്കണം. തിരുത്താൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് തിരുത്തണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ആനയിറങ്ങൽ പോലുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ആകെ 10-18 ആനകളുണ്ട്. അതിനെ പിടിച്ച് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് വരാത്ത രീതിയിലാക്കുക. അപ്പോൾ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. ഇത് ചിലപ്പോൾ പ്രകൃതിക്കാർക്ക് അത് സൗകര്യമില്ല, അവർക്ക് ഇഷ്ടമാവില്ല, അതെ പ്രതിഷേധം വരാം. അതങ്ങനെ ആനകൾക്ക് കുറച്ചും കൂടി സ്ഥലം വേണ്ടതെന്ന് വയ്ക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റ് ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ഓൾ ദീസ് ഇക്കോളജിക്കൽ ഫാക്ട്സ്. സാർ, ഈ അടുത്ത് നമുക്ക് ഒരു പുതിയൊരു അനുഭവം ഉണ്ടായത് കുതിരാനിലെ പുതിയ തുരങ്കം വന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വാഴനിപ്പച്ചയിലേക്കൊക്കെ ആനകൾ എത്തുന്നൊരു സാഹചര്യം. വാഴനിപ്പച്ചയിലേക്ക് ആന എത്തുന്നു. ഈ കുതിരാനിലെ തുരങ്കം വന്നപ്പോൾ ആ പഴയ റോഡിനതിലൂടെ അങ്ങ് പോകുന്നു ആന. ഇത് എന്താണ് അതിൻ്റെ വസ്തുത? ഇത് കുതിരാനിന് മുമ്പ് ആ കുതിരാൻ്റെ മുകളിൽ മൂടൽ, അതായത് പീച്ചിയുടെ ഒരു ഭാഗമാണ് മൂടൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ ആന വരുമായിരുന്നു. പക്ഷെ കുതിരാൻ ക്രോസ് ചെയ്യില്ലായിരുന്നു. കാരണം ആ ഹൈവേ ആയതുകൊണ്ട് അതൊരു ബാരിയറാണ്, ഒരു തടസ്സമായിരുന്നു. റോഡ് തന്നെയായിരുന്നു. അതെ, റോഡ് തന്നെ ബാരിയറായിരുന്നു. ധാരാളം വാഹനങ്ങൾ പോകുന്നതാണ്. അതുകൊണ്ട് അവിടെ അതൊന്നും നടന്നിരുന്നില്ല. പക്ഷെ പിന്നീട് തുരങ്കം വന്നതോടുകൂടി മുകൾ ഭാഗം മുഴുവൻ ഫ്രീ ആയി. പക്ഷെ അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇത് തടയണം. കാരണം ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ വെല്ലുവിളിയിലേക്ക് പോവുകയാണ്. പുതിയൊരു സ്ഥലത്തേക്ക് കൂടി ഈ മനുഷ്യ വന്യജീവി പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം അപ്പുറത്തുള്ള ഒരു വർഷങ്ങളായിട്ട് ഇതിനെ കണ്ടിട്ടില്ല. വടക്കാഞ്ചേരി ഭാഗം വരെ ഇപ്പോൾ ആന പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇത് പരിചിതം വരില്ല. അപ്പോൾ ഒരിക്കലും അത് പാടില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അന്ന് കുറച്ചും കൂടി ആവേശത്തിൽ സംരക്ഷണം കുറച്ചും കൂടി വേണം, കുറേ സ്ഥലം കൂടി ആനകൾക്ക് കിട്ടുകയല്ലേ എന്ന് തോന്നിയ ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു, ഇല്ല ആന അങ്ങോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ തടയേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തായി, ഇപ്പം പ്രശ്നമായി. പ്രോപ്പർട്ടി കൂടെ തന്നെ പോകണത് അല്ല, അതിൻ്റെ അപ്പുറത്താണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഭാഗത്തു കൂടി അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ പുതിയൊരു പോർമുഖം എന്ന് പറയാം തുറന്നു കൊടുക്കുകയായിരുന്നു. ശരി, അത് തെറ്റായിരുന്നു. അങ്ങനെ പാടില്ല. കാരണം നമുക്കെപ്പോഴും നമ്മൾ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാലും വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വേണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റ് അതാണ്. ഈ ജനങ്ങളുടെ സഹകരണമില്ലാതെ, അവരുടെ പിന്തുണ ഇല്ലാതെ ഒരു സംരക്ഷണവും നടക്കില്ല. പൊതുവേ തമാശയായിട്ട് ഞാൻ പറയുന്ന വേറൊരു സംഭവം, ഈ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്ന വയറിനോട് സംരക്ഷണം പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന്, പ്രകൃതി സംരക്ഷണം പറയുമ്പോൾ. അപ്പോൾ അതേപോലെയാണ്. നമ്മളപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങൾ അതിൽ വന്നില്ല. അതിപ്പോൾ പുതിയൊരു പോർമുഖമായി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ മറ്റ് സ്ഥലങ്ങൾ, ഇപ്പോൾ മറയൂരൊക്കെ കാന്തല്ലൂരിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ് മറയൂർ പ്രശ്നം. മറയൂരല്ല പ്രശ്നം. വാസ്തവത്തിൽ കാന്തല്ലൂരും ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് പ്രധാന പ്രശ്നം. പിന്നെ ചില പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം, നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഇയാളൊരു സാധുവാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അയാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. പക്ഷെ അല്ല, അയാളൊരു ഗുണ്ട എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിക്കും. ഇതുപോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു ആന വഴിയിൽ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അത് വലിയ പ്രശ്നമായി. ഇപ്പോൾ പലപ്പോഴും തമാശയുള്ള വാർത്തകളൊക്കെ തന്നെ കൊടുക്കാറുള്ളത് തന്നെ. അതായത് ഷോളയാറ് മലക്കപ്പാറ വരെ വണ്ടികൾ പോകുന്നുണ്ട്, റോഡുണ്ട്, നമ്മളുടെ മലക്കപ്പാറ വാൽപ്പാറയ്ക്കുള്ള റോഡ്, ചാലക്കുടി ആ ഭാഗത്തു നിന്ന് അതിരപ്പള്ളി ഭാഗത്തു കൂടി പോകുന്ന റോഡ്. ആ റോഡിൽ ആന തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത പറഞ്ഞത്. കാടാണത്, അതെ കബാലി. ഇത് കാടാണ്. ആ കാടിനുള്ളിൽ നമ്മളാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ അവരുടെ പ്രൈവസിയെ ബഹുമാനിക്കണം, അവിടെ ഒന്ന് നിർത്തി കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും നമുക്കില്ല. എന്നിട്ട് നമ്മൾ പറയും ആന വന്നു, അപ്പോൾ ഞാൻ 1000 മീറ്റർ പുറകോട്ടെടുത്തു, വെറുതെ അതിനകത്ത് മസാല ചേർക്കുകയാണ്. അത്രയൊന്നും ഇല്ല. എന്നാൽ പോലും പ്രശ്നം എന്താ, നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മൾ സിഗ്നൽസിൽ വെയിറ്റ് ചെയ്യണല്ലേ, ട്രാഫിക് സിഗ്നൽസിൽ, അതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത് മാറിപ്പോരും. പക്ഷെ അതിന് പകരം നമ്മൾ ഉടനെ തന്നെ ഈ വഴിയിലൊക്കെ പോകും, എല്ലായിടും ആനയാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അത് തെറ്റായൊരു ഇത് തന്നെ ചിന്നാറും പറയുന്നുണ്ട് ആളുകൾ. ഞാനൊരു ഉദാഹരണത്തിന് പറയാവുന്നത്, ഇപ്പോൾ മീഡിയയുടെ ഒരു റോളും കൂടി ഉണ്ട് ഇതിൽ. അതായത്
വയനാട് ഒരു പ്രാവശ്യം ആന വന്ന് ഇടിച്ചു. ആനയിൽ വന്ന് ഒരു വണ്ടി ഇടിച്ചു. അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു വണ്ടി ആനയിൽ ഇടിച്ചു. ആനയ്ക്ക് പരിക്ക് പറ്റി. പക്ഷേ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആനയെ ട്രീറ്റ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഒരു പത്രത്തിൽ വന്നു, ആനയെ ഇടിച്ചു എന്ന് പറഞ്ഞു. പിറ്റേന്ന് വേറൊരു പത്രത്തിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അയ്യപ്പന്മാരുടെ വാഹനത്തെ ആക്രമിച്ചു എന്നാണ്. ഈ ആക്രമണം എന്നുള്ള ഭാഷ ഉണ്ടല്ലോ, ഇതൊക്കെ അപകടങ്ങളാണ്, വാസ്തവവിരുദ്ധമായ പ്രശ്നം. അതെ, അത് ശരിയല്ല. അത് നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതുപോലെയല്ലേ കടുവ ഇല്ലാതിരുന്ന പെരിയാർ ടൈഗർ റിസർവിൽ കടുവ ഇല്ലായിരുന്നു എന്നും 70കളുടെ ഇടയ്ക്ക് മധ്യപ്രദേശിൽ നിന്നും കടുവകളെ കൊണ്ടുവന്ന് വിട്ട് ആണ് അവിടെ കടുവകളുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുക. ഇതൊക്കെ ഇതൊക്കെ നോക്കല്ലേ. ജനത്തെ എന്താ നമ്മൾ ഈ പത്രത്തെയും മാധ്യമങ്ങളെയൊക്കെ ആരാധിക്കുന്ന കുറേ ജനങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു രീതിയിലേക്ക് പോകും. അവരിത് വിശ്വസിക്കുകയാണ്, പാവങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നതിനും കുറച്ചും കൂടി കൂടുതലാക്കുന്നത് ഇത്തരം വാർത്തകളും മറ്റ് നമ്മുടെ ഈ അപ്രോച്ച് സമീപനങ്ങളുടെയും കൂടി പ്രശ്നമാണ്. ഇനി നമ്മൾ ഈ ആനകളുടെ കാര്യം, ആനകൾ വരുന്നു, അത് പ്രശ്നങ്ങളുണ്ടാകുന്നു, ആന ഇങ്ങോട്ട് പ്രശ്നം, മനുഷ്യൻ അങ്ങോട്ട് പ്രശ്നം. ഇതിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ, അതായത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഞാൻ വയനാടൊക്കെ കണ്ടിട്ടുണ്ട് റെയിൽ ഫെൻസിങ്. അത് വളരെ കോസ്റ്റ്ലിയാണ്. മതിൽ കെട്ടുന്നുണ്ട്, ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഇടുന്നുണ്ട്. അത് തന്നെ പലതരത്തിലുള്ള ഹാങ്ങിങ് ഫെൻസിങ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലേറ്റവും പ്രായോഗികമായ മാർഗ്ഗം ആനകളെ മാനേജ് ചെയ്യുന്നതാണ്. മിക്കവാറും പ്രതിരോധ മാർഗ്ഗങ്ങൾ മുഴുവൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ അന്യ നാടുകളിൽ വിജയിച്ചതോ അല്ലെങ്കിൽ അവിടെ പരീക്ഷിക്കുന്നതോ ആയ സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കിടങ്ങാണ് വേണ്ടതെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയനാട്ടിൽ പണ്ട് ആളുകൾ ആന കടക്കാത്ത കിടങ്ങുകൾ വേണമെന്നും പറഞ്ഞ് ധാരണ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കിടങ്ങ് അവിടെയാണ് ഉണ്ടായതും. ആ ഭാഗത്ത് വയനാട്ടിലാണ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയത്. അത് വലിയ ആഘോഷത്തോടുകൂടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമ്മുടെ ഇന്നത്തെ മന്ത്രി കെ മുരളീധരൻ MP ആയിരുന്നു. അദ്ദേഹമാണ് അവിടെ വന്നിട്ട് അത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അന്ന് വൈൽഡ് ലൈഫ് വീക്കിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് മറ്റ് ചില മാർഗ്ഗങ്ങൾ. പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ചില മെത്തേഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് ആൾക്കാർ വെച്ചെടുക്കുക, ഏറുമാടങ്ങളിൽ കഴിയുക, അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറുമാടങ്ങളിലൊന്നും ഇരുന്ന് പകൽ മുഴുവൻ പണിയെടുത്തിട്ട് രാത്രി മുഴുവൻ പോയി കാവൽ കിടക്കാനൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. അത് പ്രാക്ടിക്കലാണോ ഏറുമാടത്തിലേക്ക് ഇരിക്കുന്നത്? പിന്നെ ശബ്ദം ഉണ്ടാക്കി നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അസാധ്യമായി വരുന്നു. കാരണം നമുക്കതിന് സമയമില്ല. ഇല്ലെങ്കിൽ നമ്മളുടെ സമീപനത്തിലൊക്കെ മാറ്റം വന്നു. വയനാട്ടിൽ ഞാനതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ ഫെൻസ് ഇട്ടാൽ തന്നെ അതിൻ്റെ ചുറ്റിനും ഒരു കാവൽ നടന്നാൽ രാത്രി ഒന്ന് കറങ്ങിക്കൊണ്ടിരുന്ന 2-3 പേരുള്ള ഒരു സംഘം കറങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു ആനയും വരില്ല, ഒരു മൃഗവും വരില്ല എന്ന് അട്ടപ്പാടിയിലെ ഒരു കർഷകൻ ഒരിക്കലും അവിടെയുള്ള ഒരു കർഷകരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വെച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ പറയണം, അതിനിപ്പോൾ ബംഗാളി സമ്മതിക്കേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആൾക്കാരില്ല, മാൻ പവർ, ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാനായിട്ട് മാൻ പവർ ഇല്ല. പിന്നെ അതിനോടൊക്കെ ഒരു പുച്ഛമാണ് നമുക്ക്. മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഇത് കുറയും. അത് നല്ല സാധ്യതയാണ്. പിന്നെയാണ് ഇത് വന്നത്, ഇപ്പോൾ സോളാർ പവർ ഫെൻസിങ് വന്നത്. സോളാർ പവർ ഫെൻസിങ്ങിൽ വലിയ പ്രശ്നമൊന്നുമില്ല വാസ്തവത്തിൽ. ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക, നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല സംഭവമാണ്. ഞാൻ പുനലൂരിനടുത്ത് 2016 വനം വകുപ്പിന് വേണ്ടി ഞാൻ ഓൾ കേരള നടന്നിട്ട് എവിടെയൊക്കെയാണ് മിറ്റിഗേഷൻ്റെ ഏതൊക്കെ അവർ ചില പ്രപ്പോസലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധ്യമാണോ, അത് ശരിയാണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി അവർ എന്നോടൊരു അസൈൻമെൻറ്റ് പറഞ്ഞിരുന്നു. അതിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാമ്പഴത്തറ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കോളനിയാണ്, മാമ്പഴത്തറ ട്രൈബൽ കോളനി. ആ ട്രൈബൽ കോളനിയിൽ 10 വർഷമായിട്ട് സോളാർ പവർ ഫെൻസിങ് ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്നുണ്ട്. കാരണം എന്താ, അവിടെ ഒരു ITIയിൽ പഠിച്ചൊരു പയ്യനുണ്ട്. ആ പയ്യൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിക്കാട് വെട്ടും. അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. 16 കൊല്ലമായിട്ട് ഒരു ചാനലിൽ അവർ കാണിച്ചിരുന്നു. 16 കൊല്ലം മറ്റേ ആയിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നുണ്ടെന്ന്. ഇതാണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക. പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അടിക്കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് കറണ്ട് പോകാതെയും ഒക്കെ ഇരിക്കും. ആന ചിലപ്പോൾ പൊട്ടിക്കും. കാരണം ആനകൾ ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര വലുതാണ്. ഇപ്പോൾ നല്ല ട്രെഞ്ചിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടി അടിയിലേക്കൊക്കെ ആന ഇറങ്ങി പോകുന്ന ഫോട്ടോ ഉണ്ട്. ട്രെഞ്ച് നല്ല ഈ കിടങ്ങുകൾ അതിൻ്റെ അടിയിൽ കൂടി ഇത് ആന പൊട്ടിക്കുകയും ചെയ്യും. പൊട്ടിച്ചാലും നമുക്കത് അപ്പം തന്നെ ശരിയാക്കാൻ പറ്റും.
അപ്പോഴാണ് നമ്മൾ ഈ മാൻ പവർ നമ്മളവിടെ വേണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീടാണ് ഈ ആധുനികം എന്ന് പറഞ്ഞ് വരുന്ന രീതിയിലാണ് ഈ റെയിൽ ഫെൻസിനെ പറ്റി പറയുന്നത്. റെയിൽ ഫെൻസ് വാസ്തവത്തിൽ പണ്ട് ഉപേക്ഷിച്ച് പോയൊരു സാധനമാണ്. അതും ആഫ്രിക്കയിലൊക്കെ തന്നെ ചെയ്തിട്ട് ഉപേക്ഷിച്ച് പോയൊരു സാധനമാണ്. അതിന് ശേഷം നമ്മളിവിടെ റെയിൽ ഫെൻസ് കൊണ്ടുവന്നു. ഈ ഒരു പ്രിൻസിപ്പിളുണ്ട്, ഈ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ. ഇതിൽ ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ മിറ്റിഗേഷൻ മെഷേഴ്സിൽ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നോക്കണം. അത് എത്രമാത്രം കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് നോക്കണം. രണ്ടാമത് സോഷ്യലി അക്സെപ്റ്റബിൾ ആകണം. ഇറ്റ് ഷുഡ് ബി സൈറ്റ് സ്പെസിഫിക്. ആഫ്രിക്കയിൽ വിജയിച്ചു, കെനിയയിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. ആ സ്ഥലത്തിന് ഈവൻ കേരളത്തിൽ തന്നെ തെക്ക് ഭാഗത്ത് വിജയിച്ചു എന്ന് പറഞ്ഞ് വയനാട് ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. കാരണം വയനാട് കുറച്ചുകൂടി മാർഷി ഏരിയാസൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ റെയിൽ ഫെൻസിൻ്റെ ഇതിൽ വന്നത് 2.5 കോടി രൂപയാണ്, അല്ലെ 1.5 കോടി 2 കോടി രൂപയാണ് വരുന്നത് ഒരു കിലോമീറ്ററിന്. നമുക്ക് പിന്നെ ഒരിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ, ആന പൊട്ടിച്ചിട്ടുണ്ട് വയനാട് ഫെൻസിങ്. റെയിൽ ഫെൻസ് പൊട്ടിച്ചു. എന്നിട്ട് അത് പിന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് വീണ്ടും പൊട്ടിക്കാൻ സുഖമാണ്, നിൽക്കില്ല, ശക്തി ഉണ്ടാവില്ല, അത് ഇഫക്റ്റീവ് ആവില്ല. പിന്നെ മതിൽ കെട്ടുന്നു, ആന മതിൽ. ഇപ്പോൾ ആറളത്ത് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു, സർക്കാർ തന്നെ വെച്ചാണ് ഹൈക്കോടതി പറഞ്ഞിട്ട്. ഞാനും അവിടെ നിന്നത്തെ ചീഫ് കൺസർവേറ്ററൊക്കെ ഉള്ള എൻജിനീയേഴ്സ്, PWD എൻജിനീയേഴ്സൊക്കെ ഉള്ള കമ്മിറ്റിയായിരുന്നു. ഞങ്ങൾ പോയിട്ട് പറഞ്ഞു മതിലിവിടെ ബാധകമല്ല, അപ്പോൾ ശരിയാവില്ല. അവർ പറഞ്ഞു പറ്റില്ല, എൻജിനീയേഴ്സ് പറഞ്ഞു ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി ഇക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാലോ, പാരിസ്ഥിതികമായിട്ട് ഇവിടെ ഒരു മതിൽ വേണമെന്നുണ്ടെങ്കിൽ എത്ര കല്ല് വേണം, ആ കല്ല് വേണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെങ്കിലും കോറി ഉണ്ടാകണം. അപ്പോൾ പാരിസ്ഥിതികമായിട്ട് ഒട്ടും നല്ലതല്ല. പിന്നെ കാശ് നോക്കിക്കഴിഞ്ഞാൽ 2 കോടി രൂപ വരും, അപ്പോൾ നഷ്ടമാണ്. ആ മതിലും പൊളിക്കും. അപ്പോൾ അത് പ്രശ്നമാണത്. നമുക്കത് നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് സോഷ്യലി അക്സെപ്റ്റബിൾ ആണോ? സോഷ്യലി അവിടെ ആളുകൾക്ക് അക്സെപ്റ്റബിളാണ്. കാരണം അവർക്ക് മതിൽ മതി. അതും പറ്റുമെങ്കിൽ ഒരു പ്രത്യേകതരം ആൾക്ക് കമ്പനി ഉണ്ടാക്കണം മതിൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട് ആറളത്ത്. എന്നിട്ടിപ്പോൾ എന്തായി? ഞങ്ങൾ അന്ന് പറഞ്ഞത് 6-7 മാസത്തിനുള്ളിൽ ആ പ്രശ്നം തീർക്കാൻ പറ്റും പല കാര്യങ്ങളിലൂടെ, പല മാർഗങ്ങളിലൂടെ. അല്ല മതിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര 4 കൊല്ലോ 5 കൊല്ലോ മറ്റേ കഴിഞ്ഞു, 6 കൊല്ലോ മറ്റേ ആയിരുന്നു. ഇതുവരെ മതിലൊന്നും ആയിട്ടില്ല. മതിൽ തീർന്നിട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും ആന ചാകുന്നുണ്ട്, ആളുകളും ചാകുന്നുണ്ട്. അപ്പം ആർക്കും ഈ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ ലോങ് ടേം സൊല്യൂഷൻസിലൊക്കെ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മറ്റ് മാർഗ്ഗങ്ങൾ എവിടെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക അതിനാണ് നോട്ടം. പിന്നെ ഒരു ഇത് നടക്കുന്നത് തേനീച്ചയാണ്. അതിപ്പോൾ കെനിയയിൽ തേനീച്ച കുത്തി ആനയൊക്കെ ഓടിപ്പോണു. തേനീച്ചയുടെ സൗണ്ട് കേട്ടിട്ട് ആനയ്ക്ക് ഭ്രാന്ത് പിടിക്കണു, അപ്പോൾ അതുകൊണ്ട് അങ്ങ് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കെനിയയിൽ സക്സസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അവിടെ നടത്തി വിജയിച്ച സാധനം പിന്നീട് മലേഷ്യയിൽ നടത്തി, തോറ്റു, നടന്നില്ല. ഇന്തോനേഷ്യയിൽ പരാജയപ്പെട്ടു, ശ്രീലങ്കയിൽ പരാജയപ്പെട്ടു. ഇവിടെ ചെയ്ത ആൾ ഞാൻ ശ്രീലങ്കയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വന്ന് ഇവിടെ ചെയ്തു. കെനിയയിൽ നിന്നും വന്ന് അവർ അവിടെ താമസിച്ച് അവിടെ ഇത് ചെയ്തു. പോകാൻ നേരത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആനകളുടെ തൊലിക്കട്ടി പ്രശ്നമാണ്, ഇല്ലെങ്കിൽ ഇവിടുത്തെ തേനീച്ചയുടെ കൊമ്പുന്ന അത് ശരിയല്ല, അത് പോരാ. പിന്നെ തേൻ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും, അതിന് ഈ ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ശ്രമിച്ചില്ലേ, വയനാട് വെച്ചു, ഒരാഴ്ചക്കുള്ളിൽ ആന മുഴുവൻ തകർത്ത് കളഞ്ഞു. പലയിടത്തും ചില തെറ്റായ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും അതൊക്കെ പോയി നോക്കുമ്പോഴേക്കും അതൊന്നുമില്ല. ഒരു സ്ഥലത്ത് നന്നായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടടുത്ത് സോളാർ പവർ ഫെൻസിങ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് അത് വിജയിക്കുന്നത്. വേറൊരു പ്രശ്നം അതാ, നമ്മളിത് മോണിറ്റർ ചെയ്യണില്ല. എല്ലാം ഇതങ്ങ് ചെയ്തു പോയി. എന്നോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ സെമിറ്ററി ഓഫ് സോളാർ പവർ ഫെൻസിൻ്റെ സെമിറ്ററിയാണ് വയനാടെന്ന്. കാരണം കമ്പികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ് എല്ലായിടവും. എൻ്റെ ധാരാളം ഫോട്ടോസ് ഉണ്ട് അതിൻ്റെയൊക്കെ. അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. വയനാടും അതെ, പുനലൂർ അതേ, പല സ്ഥലങ്ങളിലും അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒരിക്കൽ ഇടുന്നതല്ലാതെ അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ പുതിയ സംഭവത്തിലേക്ക് പോകണം. അപ്പോൾ അതല്ല വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മോണിറ്ററിങ് മെക്കാനിസം നമുക്ക് ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഇത് നോക്കാനായിട്ട്. അങ്ങനൊരു സംവിധാനം നമുക്കിവിടെ വന്നിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. വന്യജീവി വിദഗ്ധൻ PS ഈസയുമായുള്ള അഭിമുഖത്തിൻ്റെ 2ാം ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം.